നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഓണവിഭവങ്ങളിലെ പ്രധാന സൈഡ് ഡിഷായ ഉള്ളിത്തീയലാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സൈഡ് ഡിഷാണ് ഉള്ളിത്തീയൽ. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഉള്ളിത്തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഉള്ളിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അതിന് ഉള്ളി, പച്ചമുളക്, കരിവേപ്പില, വറുക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ, ഒരു വലിയ തേങ്ങയുടെ അരമുറി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകം, കായം. ഇത്രയും സാധനങ്ങളാണ് തേങ്ങ വറുക്കാൻ വേണ്ടി വേണ്ടത്. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് കടുക്, ഉണക്കമുളക്, കറിവേപ്പില, പുളി, ശർക്കര. ഉള്ളി ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം. നീളത്തിൽ എല്ലാം ഒരേ വലിപ്പത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. ചീനച്ചട്ടി നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ തേങ്ങ വറുക്കാനിടാം. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ജീരകവും, ഒരു നുള്ള് മതി ജീരകവും കരിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് പൊടികൾ ചേർക്കാം. നേരത്തെ പൊടികൾ ഇട്ടാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം ഇട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇടാം. പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ മൂക്കും കരിഞ്ഞു പോകരുത്. സിമ്മിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും. ഞാനിപ്പോൾ കൊപ്ര പൊടിച്ചെടുക്കുമായിരുന്നു. മിക്സിയിലിട്ട് കൊത്തി അരിഞ്ഞിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തു. അതുകൊണ്ട് എണ്ണ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പച്ചത്തേങ്ങ ആണെങ്കിൽ ആദ്യമേ തന്നെ നമ്മളൊന്ന് ആ മോയ്സ്ചറൊക്കെ മാറിക്കഴിയുമ്പോൾ, ചീനച്ചട്ടിയിലിട്ട് ഇളക്കി മോയ്സ്ചറൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആദ്യമേ എണ്ണ ഒഴിച്ച് അതിലേക്ക് തേങ്ങ ഇടാറില്ല. ഇപ്പം എല്ലാം നല്ലവണ്ണം മിക്സായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ നല്ലവണ്ണം ചൂടാവുമ്പോൾ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. എല്ലാം യൂണിഫോമായിട്ട് അരിയണം ഇതുപോലെ. അല്ലെങ്കിൽ ചിലത് മൂക്കും, ചിലത് മൂക്കില്ല, ചിലത് കരിഞ്ഞു പോകും, അങ്ങനെയൊക്കെ വരും. നമുക്കിതിലേക്ക് ഉള്ളിയിട്ട് വഴറ്റിയെടുക്കാം. മൂന്ന് പച്ചമുളകും ഇതുപോലെ കരിവേപ്പിലയും കൂടി ഇടാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഉള്ളിക്കൊക്കെ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉള്ളി വെളുത്തിരിക്കും.
പുളി ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്, അത് പിഴിഞ്ഞ് എടുക്കണം. അപ്പോൾ എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കണം പുളി. ഉള്ളി ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട്. പുളി പിഴിഞ്ഞൊഴിക്കാം. കുറച്ചൊഴിച്ചിട്ട് നോക്കുക. ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം ആ പുളിയുടെ ആ പച്ചച്ചുവയൊക്കെ മാറണം. കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇതെല്ലാം ഇട്ടിട്ട് ഉപ്പും പുളിയും ഒക്കെ നല്ലവണ്ണം പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെപ്പോഴും കുറച്ച് ചൂടുവെള്ളം അപ്പുറത്തെ സ്റ്റൗവിൽ വെച്ചിരിക്കണം. ഇതിനെല്ലാം നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിടാം. വെള്ളം ഒട്ടും ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത്. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം തൊടാതെ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. പണ്ടൊക്കെ കല്ലിൽ വെച്ച് ഇതുപോലെ അരച്ചെടുക്കുമായിരുന്നു. ഇതിപ്പോൾ കൊപ്ര ആയതുകൊണ്ടായിരിക്കും എനിക്ക് നല്ലോണം അരഞ്ഞു കിട്ടി. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയുടെ ജാറ് കഴുകി ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം പോരാ, കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നോക്കുക, പോരെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ശർക്കരയും കൂടി ഇടാം. അപ്പോൾ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ ഉള്ളിത്തീയൽ റെഡിയാകും. ഇനിയും കുറച്ച് നീട്ടി ചാറെടുക്കണം എന്നുള്ളവർക്ക് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഇലയിൽ വിളമ്പാൻ പറ്റിയ പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് പാകത്തിനുള്ള ടേസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം കൂടി ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കരയും കൂടി ഇട്ട് കൊടുത്തത്. ഇനി ഇതിലേക്ക് താളിച്ചിട്ടാൽ മതി, നമ്മുടെ കറി റെഡിയാവും. കടായിലേക്ക് എണ്ണ ഒഴിക്കാം. കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇടാം, കറിവേപ്പില ഇടാം, ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. ലാസ്റ്റ് അപ്പോൾ നമ്മുടെ വറവ് ശരിയായിട്ടുണ്ട്. ഇത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഓണം സ്പെഷ്യൽ ഉള്ളി തീയൽ റെഡി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക.